NRI ആണെങ്കിൽ അവർ ഇന്ത്യയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആ ഇൻകം ടാക്സ് ഫ്രീ ആണ്. ആ ഇൻകത്തിന് നിങ്ങൾ ഏത് രാജ്യത്താണ് ഇരിക്കുന്നത് ആ രാജ്യത്തെ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഗൾഫ് കൺട്രീസ് ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ഇൻകം അവിടെ ടാക്സബിൾ ആണ്. ഫഡ്ക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏത് രാജ്യത്തിരിക്കുന്നു ആ രാജ്യത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മുടെ രാജ്യം അറിയിക്കുന്നുണ്ട്. സോ യു ആർ വെരി കെയർഫുൾ. പിടിച്ചു കഴിഞ്ഞാൽ എന്താ പെനാൽറ്റി എന്നൊന്നും എനിക്കറിയാം. ഞാൻ US UK പക്ഷേ ഇത് നിയമമാണ്. പറഞ്ഞില്ലേ പണി കിട്ടുന്ന കാര്യം ഉറപ്പാണ്. നോട്ടീസ് വരും. 10, 15, 20 കൊല്ലത്തെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വരെയാണ് ഇപ്പോൾ അവിടെ നിർത്തി നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നത്. അപ്പം അതുവരെയുള്ള പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അറിവില്ലായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം എൻ്റെ അറിവിൽ പല മലയാളികളും 10, 20 കൊല്ലമായിട്ട് US UK പോയിട്ടുള്ള ആളുകൾ കൊടുക്കുന്നില്ല. പക്ഷെ കിട്ടിയാൽ പിടിക്കും. അത് നിങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ US UK ഓസ്ട്രേലിയ ന്യൂസിലൻഡിലുള്ള അവിടെ പോയിട്ട് അവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരുണ്ട്. അവരോട് കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ് നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ കൊടുക്കും.